പാലക്കാടിൻ്റെ യാത്രയിൽ ഇത് ഒരു പഴയ വഴി ഇതാണ്. അപ്പോൾ അത് അടച്ച് ഞങ്ങൾ തുരങ്കത്തിലേക്ക് കയറുകയാണ് പാലക്കാടിലെ യാത്രയിൽ. അങ്ങ് കോയമ്പത്തൂർ ചുമ്മാ പോകാനായിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു ഇത് ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നാ പുതിയ വാഹനമായിട്ടൊന്ന് പോയി കളയാം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തുരങ്കത്തിനകത്തൂടെ ഉള്ള യാത്രയാണ്. എന്തായാലും വെട്ടമൊക്കെ കുറവാന്ന് തോന്നുന്നു. ലൈറ്റ് ഒന്നും ഇട്ടിട്ട് പകലാണ്, പക്ഷെ അല്ലേ വെട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെട്ടമുണ്ട്. തുരങ്കത്തിനകത്തൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ്. എന്തായാലും ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടേക്കൊന്നു, ചെറിയ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ, വലിയ ലൈറ്റുകൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ തുരങ്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും പോകാനും പഴയ റോഡൊക്കെ മാറിയിട്ട് നല്ല ഒരു രസമായി. പാലക്കാട് കുതിരാൻ തുരങ്കത്തിലൂടെയുള്ള യാത്ര. ഇപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വയനാട്ടിൽ വരുന്ന തുരങ്കത്തെക്കുറിച്ചാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് വയനാട് ചുരമൊക്കെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് കണ്ടോ? അപ്പം നമ്മളങ്ങനെ